നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് പോകുന്നു. കേരളത്തെ ഇനി VD നയിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. നമ്മളിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ക്ഷേത്ര ദർശനത്തിനായി രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന ചോദ്യത്തോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചില്ല. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശ്രീജിത്ത്, മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷവും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കടുത്ത അതൃപ്തിയിലായിരുന്നു. ഇപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? തീർച്ചയായും അമൽ, അങ്ങനെ ഒരു പ്രതികരണത്തിന് എന്തായാലും രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. അദ്ദേഹം നമുക്ക് പുറകിലുള്ള AC സ്യൂട്ട് 2 ആ മുറിയിലേക്ക്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ ആ മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് നീതികേടാണ് കാണിച്ചത്. ഇന്നലെ രാത്രി വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. KC മാറുകയാണെങ്കിൽ ഉറപ്പായും ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നായക പദവിയിലേക്ക് രമേശ് ചെന്നിത്തല വരുമെന്ന സൂചന തന്നെയായിരുന്നു ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിക്കുന്ന സമയം വരെയും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചാണ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. അതായത് ഒരു നീതികേട് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തോട് കാണിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു മനോവിഷമവും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ നേതാക്കളും KC വേണുഗോപാൽ വരെ കൃത്യമായ രീതിയിൽ സ്വാഗതം ചെയ്തു. VD സതീശന് അഭിനന്ദനം അറിയിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല എന്തായാലും അങ്ങനെ ഒരു അഭിനന്ദനം അറിയിക്കാനോ സ്വാഗതം അറിയിക്കാനോ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ തൻ്റെ പിന്തുണ VD സതീശനാണ്, അത് താൻ കോൺഗ്രസ്സുകാരനായി ജയിച്ചതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ കത്ത് അയക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കത്ത് നൽകിക്കൊണ്ട് അദ്ദേഹം നേരെ വന്നിരിക്കുന്നത് ഗുരുവായൂരിലേക്കാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പലരും ഇന്ന് VD സതീശൻ്റെ ഈ ഒരു സ്ഥാനലബ്ധിയിൽ ആനന്ദിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനത്തിലടക്കം അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ചില ആളുകളടക്കം പങ്കെടുത്തു എന്നതും കാണാതിരുന്നുകൂടെ. എന്തായാലും രമേശ് ചെന്നിത്തല ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. നാളെ അതിരാവിലെ നിർമ്മാല്യം തൊഴുതതിനു ശേഷം, ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതതിനു ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുവരെ ഒരു പ്രതികരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ തെരഞ്ഞെടുത്തതിനു ശേഷം ഇതുവരെ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തല നടത്തിയിട്ടില്ല. അതിന് പ്രധാനമായും കാണേണ്ടത് അദ്ദേഹത്തിനുള്ള അതൃപ്തി തന്നെയാണ്. അതിൽ ഏറ്റവും സീനിയറായ ലീഡർ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള ആളുകൾ ചോദിക്കുന്നത് പ്രകടനം നടത്താതിരുന്നതാണോ തങ്ങൾ ചെയ്ത തെറ്റ്, മുദ്രാവാക്യം വിളിക്കാതിരുന്നതാണോ തങ്ങൾ ചെയ്ത തെറ്റ്, ഞങ്ങളുടെ നേതാവ് RC ചെയ്ത തെറ്റെന്താണ്, പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിന്നതാണോ, കഴിഞ്ഞ തവണ കൃത്യമായ രീതിയിലുള്ള പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നു MLA-മാരുടെ, എന്നിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്നാണോ, ഹൈക്കമാൻഡ് പറഞ്ഞ് മാറി നിന്നതാണോ ചെയ്ത തെറ്റ്, ഇതാണ് ചോദിക്കുന്നത്. എന്തായാലും നീതികേട് കാണിച്ചു എന്ന് പ്രവർത്തകർ അവരുടെ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നുണ്ട്. അമൽ, രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ രാഷ്ട്രീയ കേരളത്തിന് ആകാംക്ഷയുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവുകയാണ്. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് VD സതീശനെ പ്രഖ്യാപിച്ചത്. പുതിയ കേരളം സൃഷ്ടിക്കാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. തിങ്കളാഴ്ചയാകും VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ചർച്ചകളും ആകാംക്ഷകൾക്കൊടുവിൽ VD സതീശൻ നയിക്കുമെന്ന ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പ്രഖ്യാപനം. Based on all these discussions, it has been decided that Shri VD Satishan be appointed as the leader of the CLP. Thank you so much. സുപ്രധാന പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് എറണാകുളത്ത് നിന്ന് VD സതീശൻ തിരുവനന്തപുരത്തെത്തിയത്. രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും പേരെടുത്തു പറഞ്ഞാണ് നേതൃത്വത്തിന് VD സതീശൻ നന്ദി പറഞ്ഞത്. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു.
വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഉച്ചയോടെ KPCC ആസ്ഥാനത്തെത്തിയ VD സതീശന് വൻ വരവേൽപ്പ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സതീഷിനെ സ്വീകരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പ്രഖ്യാപനത്തിന് മുൻപ് നേതൃത്വം തീരുമാനമറിയിച്ചു. തിങ്കളാഴ്ചയാകും VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ആരൊക്കെ മന്ത്രിസഭയിലുണ്ടാകുമെന്നതിലാണ് ഇനി ആകാംക്ഷ. നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിന് അറുതിയായി. 11ാം നാൾ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. വിനീത VG 24 ഡൽഹി. 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതോടെ UDF പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. സതീശന്റെ തട്ടകമായ എറണാകുളത്തടക്കം ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്കെത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ അണമുറിയാത്ത മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ എതിരേറ്റത്. 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് അറുതിയായതിന്റെ ആശ്വാസത്തിൽ സംസ്ഥാനത്തെ UDF പ്രവർത്തകർ. AICC ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. പത്തു വർഷത്തെ അധികാര വരൾച്ചയ്ക്കു ശേഷം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് 1ാം നമ്പർ വാഹനം എത്തിച്ച പ്രിയപ്പെട്ട നേതാവിന് വീരോചിതമായ വരവേൽപ്പ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷോൾ അണിയിച്ച് നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ആഹ്ലാദ നൃത്തം ചവിട്ടിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും അണികൾ തെരുവിലിറങ്ങി. മഴയെ അവഗണിച്ചും പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ. VDയുടെ തട്ടകമായ എറണാകുളത്ത് വമ്പൻ ആഘോഷ പ്രകടനം. കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഏറ്റുമാനൂരിലും ഈരാറ്റുപേട്ടയിലും ആഘോഷ പ്രകടനം നടന്നു. LDF കോട്ട പിടിച്ചെടുത്ത പത്തനാപുരത്ത് വമ്പൻ ആഘോഷങ്ങൾ. കണ്ണൂരിൽ DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം പങ്കുവച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് വടക്കൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ലീഗ് പ്രവർത്തകരും തെരുവിലിറങ്ങി. പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷം ഒരു പങ്കുവയ്ക്കുന്ന 10 വർഷം കഴിഞ്ഞ് UDFന്റെ ഒരു ഭരണം ഉണ്ടാവാൻ പോകുന്നതിന്റെ സന്തോഷം കൂടിയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പ്രവർത്തകർ ഒരുക്കിയത് വമ്പൻ വരവേൽപ്പ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ഇന്ദിരാഭവൻ വഴി ക്ലിഫ് ഹൗസിലേക്ക് VD സതീശൻ. അലക്സ് റാം മുഹമ്മദ് 24 തിരുവനന്തപുരം.
മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. ഏകകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കസേര മാറുമെങ്കിലും VD സതീശനും പിണറായി വിജയനും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നേർക്കുനേറെത്തുകയാണ്. VD സതീശൻ ആദ്യമായി മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പിണറായി വിജയൻ ആദ്യമായി പ്രതിപക്ഷ നേതാവാകുകയാണ്. 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. KN ബാലഗോപാലിന്റെ പേരായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നിരയെ നയിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പ്രയാസപ്പെട്ടതുപോലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ CPIM പ്രയാസപ്പെട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. LDFനെ സംബന്ധിച്ചിടത്തോളവും തീരുമാനങ്ങൾ എടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറയാറുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് അനുഭവബോധ്യമായിട്ടുണ്ട്. ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും എങ്ങനെയാണ്, എവിടെയാണ് ഡെമോക്രസിയും യൂണിറ്റിയും ഉള്ളത്, എവിടെയാണ് ഇതില്ലാത്തത്, അതെല്ലാം മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. കഴിഞ്ഞ 5 വർഷം പിണറായിയും VD സതീശനും ഏറ്റുമുട്ടുന്നതായിരുന്നു നിയമസഭയിലെ രാഷ്ട്രീയ കാഴ്ച. സംഭവബഹുലമായ ആ രാഷ്ട്രീയ പോര് ഇനിയും തുടരും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് മൈച്ചിയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. കൊവ്വയിലെ വസന്തയുടെ വീട്ടിലാണ് മിന്നലേറ്റ് തെങ്ങ് കത്തിയത്. പ്രദീപ് നാരായണനുണ്ട് കാസർഗോഡ് നിന്ന്. പ്രദീപ്, വിവരങ്ങൾ. അമൽ, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കാസർഗോഡ് ജില്ലയിൽ പരക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിച്ചത്. പല സ്ഥലങ്ങളിലും ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഭീകരമായ ഒരു ദൃശ്യമാണ്. ഇടിമിന്നലിൽ തെങ്ങിന് മുഴുവനായും തീപിടിക്കുന്ന ഒരു സാഹചര്യം. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ തീ താഴത്തോട്ട് ഒരു ഓടിട്ട കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ ഓടിയെത്തി തീ അണക്കുകയായിരുന്നു. മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ ഇടിയും മിന്നലോടുകൂടിയ മഴയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാസർഗോഡ് ജില്ലയിൽ പരക്കെ ലഭിച്ചത്. അമൽ, ശരി, പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീം 2026 സമാനതകളില്ലാത്ത വിജയഗാഥ രചിച്ച പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 6 ദിവസങ്ങളിലായി നടന്ന പരീക്ഷയിൽ എല്ലാ ദിവസങ്ങളിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 6 പേരും ഫാർമസി വിഭാഗത്തിൽ 2 പേരും ഉൾപ്പെടെ 8 വിദ്യാർത്ഥികളാണ് 100% സ്കോറോടെ മിന്നും വിജയം സ്വന്തമാക്കിയത്. കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങൾ കൊണ്ടെഴുതേണ്ട വിജയമാണ് ബ്രില്യന്റ് ഇത്തവണ കീം 2026 സ്വന്തമാക്കിയിരിക്കുന്നത്. 6 ദിവസത്തെ ഷെഡ്യൂളിൽ നടന്ന പരീക്ഷയിൽ ഓരോ ദിവസത്തെയും ടോപ്പർ സ്ഥാനങ്ങൾ ബ്രില്യൻ വിദ്യാർത്ഥികൾ പിടിച്ചെടുത്തു. 6 വിദ്യാർത്ഥികൾ 100% എന്ന നേട്ടം സ്വന്തമാക്കി. കീം സ്കോർ 100% നേടിയ വിദ്യാർത്ഥി വൈഷ്ണവ് ENK തൃശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശിയാണ്. തൃശൂർ ദേവമാത CMAI പബ്ലിക് സ്കൂൾ +2 പഠനത്തോടൊപ്പം 2 വർഷമായി ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഈ വർഷം നടന്ന JEE മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 454 റാങ്ക് നേടി കേരളത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു വൈഷ്ണവ്. കണ്ണൂർ ചെറുവഞ്ചേരി സ്വദേശി ധ്യാൻ തേജ് മണപ്പാട്ടിലും കീം സ്കോർ 100% നേടി. 1 വർഷമായി ബ്രില്യന്റിൽ JEE അഡ്വാൻസ് ബാച്ചിൽ പരിശീലനം നേടിവരികയായിരുന്നു ധ്യാൻ. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1868 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. തൃശൂർ മാള സ്വദേശിനി വിസ്മയ KR കീം സ്കോർ 100% നേടി. 1 വർഷമായി ബ്രില്യന്റിൽ JEE അഡ്വാൻസ് ബാച്ചിൽ പരിശീലനം നേടിവരികയായിരുന്നു വിസ്മയ. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 5327 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. കീം സ്കോർ 100% നേടിയ കൃഷ്ണ J മേനോൻ എറണാകുളം കടവന്ത്ര സ്വദേശിനിയാണ്. കാക്കനാട് ബാവൻ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ 2 വർഷമായി എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 99% സ്കോർ നേടി ഉന്നത വിജയം നേടിയിരുന്നു. കീം സ്കോർ 100% നേടിയ റോഷൻ രാജു എറണാകുളം അയ്യൻപുഴ സ്വദേശിയാണ്. മാന്നാനം KE സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നടത്തിവരികയാണ്. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 696 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. എറണാകുളം സ്വദേശി രോഹിത് കൃഷ്ണ H കീം സ്കോർ 100% നേടി. കാക്കനാട് നൈപുണ്യ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ് രോഹിത്.
ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 5103 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. ഫാർമസി വിഭാഗത്തിൽ 100% നേടിയ ജസ്നെ ജസ്റ്റിൻ തൃശൂർ ഒല്ലൂർ സ്വദേശിനിയാണ്. തൃശൂർ നിർമ്മല മാതാ സെൻട്രൽ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഫാർമസി വിഭാഗത്തിൽ 100% നേടിയ വിനായക് നാരായണൻ തൃശൂർ പോട്ട സ്വദേശിയാണ്. +2 പഠനത്തിന് ശേഷം ബ്രില്യന്റിൽ 1 വർഷമായി എൻട്രൻസ് പരിശീലനം നേടിവരികയായിരുന്നു വിനായക്. ബ്രില്യന്റിലെ 82 വിദ്യാർത്ഥികളാണ് 99.9% സ്കോർ നേടിയത്. 99%-ന് മുകളിൽ 710, 98%-ന് മുകളിൽ 1220, 95%-ന് മുകളിൽ 3050-ലധികം വിദ്യാർത്ഥികളും മികച്ച വിജയം കൈവരിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിർലോഭമായ സഹകരണമാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ എല്ലാ നേട്ടത്തിനും കാരണമെന്ന് ഡയറക്ടർമാർ പറഞ്ഞു. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഡയറക്ടർമാരും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി നജീബിന്റെ സഹായി ഡെവിൻ ജോസഫ് പിടിയിൽ. ആലപ്പുഴയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് കസ്റ്റഡിയിലുള്ള നജീബിനെ ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായ ഇടുക്കി സ്വദേശി ഡെവിൻ ആലപ്പുഴയിൽ സ്പായും ഹോം സ്റ്റേയും നടത്തുകയാണ്. നജീബിന്റെ പ്രധാന ഏജന്റാണ് ഇയാൾ. ഇന്നലെ രാത്രിയിലാണ് അന്വേഷണ സംഘം ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത്. 8ഓളം പേരെ വ്യാജമായി മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കി അവയവങ്ങൾ ദാനം ചെയ്യിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തൽ. വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന സംശയം. റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിലെ മാസ്റ്റർ ബ്രെയിൻ നജീബിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്ക് സഹായം നൽകിയ സ്ഥാപനങ്ങളിലടക്കം എത്തിച്ച തെളിവെടുപ്പ് നടത്തും. നജീബിന്റെ ഭാര്യ റഷീദയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.